ഹായ് ഗൈസ്. സി എ ഇന്ററിനും അതുപോലെ തന്നെ സി എ ഫൈനലിനും സെപ്റ്റംബർ 2025 അറ്റംപ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരു അമെൻമെന്റ് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ. നമ്മൾ നോൺ ടാക്സബിൾ സപ്ലൈ എന്നൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? എന്താണത്? ഒരു 6 ഐറ്റംസ് ലിസ്റ്റ് ആണ്. ആ 6 ഐറ്റംസിന്റെ പ്രത്യേകത, ദീസ് ഐറ്റംസ് വിൽ നോട്ട് അട്രാക്ട് GST. ഏതൊക്കെയാണ് 6 ഐറ്റംസ്? ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന 6 നോൺ ടാക്സബിൾ സപ്ലൈസ്. നമ്മൾ പെട്ടെന്ന് പറയാനായിട്ട് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷനും പിന്നെ 5 പെട്രോളിയം പ്രൊഡക്റ്റുകളും എന്ന് പറഞ്ഞാണ് പഠിക്കുക. നൗ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് അമെൻമെന്റ് ഉണ്ട്. ഈ ലിസ്റ്റിലേക്ക് ഇപ്പോൾ 2 പുതിയ ഐറ്റംസും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് അൺഡീനേച്ചേർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും അടുത്തത് റെക്ടിഫൈഡ് സ്പിരിറ്റും. ഈ 2 ഐറ്റങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ആൽക്കഹോളിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓഫ്കോഴ്സ് മനുഷ്യന് കൺസ്യൂം ചെയ്യാനുള്ള ആൽക്കഹോൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രികളൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫാക്ടറികളൊക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ക്ലീനേഴ്സ്, ഇനി മെഡിസിൻസ് ഉണ്ടാക്കാൻ വരെ ഈ പറയുന്ന 2 ഐറ്റംസ് ഉപയോഗിക്കാം. Now, the amendment says that if these 2 items are used for the manufacture of alcohol liquor for human consumption, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഐറ്റവും നമ്മൾ നോൺ ടാക്സബിൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതിനർത്ഥം ഇപ്പൊ നോൺ ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ലിസ്റ്റിൽ 6 ഐറ്റം അല്ല, മൊത്തം 8 ഐറ്റംസ് ആണ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്യാം. നമുക്ക് വേറൊരു പ്രൊവിഷനുമായിട്ട് മറ്റൊരു റീൽ കാണാം. ഓൾറൈറ്റ്.